ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ പ്രീ ഡിസംബർ മോക്കിന്റെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സെക്ഷൻ സിയിൽ 3 കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കും ദെൻ ബാക്കി 2 ക്വസ്റ്റ്യൻസ് 50 മാർക്സും. സോ ടോട്ടൽ 40 മാർക്സ് ആണ് സെക്ഷൻ സിയിൽ. സോ ഫസ്റ്റ് നമുക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഫസ്റ്റ് റിക്വയർമെന്റ് വായിക്കുക, അതിനുശേഷം സെനാരിയോ വായിക്കുക ആൻഡ് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ആൻസർ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് റിക്വയർമെന്റ് വായിക്കാം. For each of the two alternative ways of JAS making a pension contribution of 25,000. രണ്ട് ഓൾട്ടർനേറ്റീവ് വേസ് പറഞ്ഞിട്ടുണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. സോ ആ രണ്ടിലും JAS making two pension contribution of 25,000. Company pension scheme or additional director remuneration, and then JAS personally making a personal pension contribution. So calculate revised figures for each of the 4 tax and NIC figures already calculated for the year ended 5th April 2025. സോ ഇവിടെ രണ്ട് ഓൾട്ടർനേറ്റീവ് വേസിനെ പറ്റി പറയുന്നുണ്ട്. പെൻഷൻ സ്കീമിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആൻഡ് റിവേഴ്സ്ഡ് ഫിഗേഴ്സ് ഫോർ ടാക്സ് ആൻഡ് NIC ഫിഗേഴ്സ്, ടാക്സ് ആൻഡ് NIC ഫിഗേഴ്സ് 4 കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ റിവേഴ്സ്ഡ് ഫിഗേഴ്സ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്തെന്ന് നമുക്ക് സിനാരിയോ വെച്ച് നോക്കാം. So you should assume that today's date is 1st March 2025. 1st March 2025 ആണ്. Then JAS is a managing director of Malbec Limited and owns 100% of shares. Malbec had no other employees. So JAS എന്ന് പറയുന്നത് ആള് ഷെയർ ഹോൾഡർ പ്ലസ് ഡയറക്ടർ ആണ് അല്ലേ. ആൻഡ് JAS will receive director remuneration of 35,000. സോ സാലറി ആയിട്ട് റെമ്യൂണറേഷൻ 35,000ഉം അതുപോലെ തന്നെ ഡിവിഡൻഡ് 17,000ഉം ജാസിന് കിട്ടുന്നുണ്ട്. ആൻഡ് ജാസ് ഹാസ് നോ അതർ ഇൻകം. After adjusting for JAS remuneration of 35,000 and associated employers NIC contribution, Malbec Limited has a forecasted tax adjusted trading profit of 219,000 for the year ended 5th April 2025. സോ നമ്മുടെ റെമ്യൂണറേഷനും അതുപോലെ തന്നെ NICയും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവർക്ക് ഉള്ള TTP ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 290,000 ആണ്. So based on these figures, the tax and NIC for JAS and Malbec Limited for the year ended 5th April 2025 will be ഇൻകം ടാക്സ്, ജാസിന്റെ ഇൻകം ടാക്സും അതുപോലെ തന്നെ എംപ്ലോയി ക്ലാസ് 1 NIC, അതുപോലെ തന്നെ കമ്പനിയുടെ എംപ്ലോയർ ക്ലാസ് 1 NIC, സോ കോർപ്പറേഷൻ ടാക്സും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഫിഗേഴ്സിനാണ് നമ്മുടെ റിക്വയർമെന്റിൽ റിവേഴ്സ്ഡ് ഫിഗേഴ്സ് ചോദിക്കുന്നത്. നമ്മുടെ പറഞ്ഞു കാൽക്കുലേറ്റ് റിവേഴ്സ്ഡ് ഫിഗേഴ്സ് ഫോർ ഈച്ച് ഓഫ് ദി 4 ടാക്സ് ആൻഡ് NIC ഫിഗേഴ്സ് ഓൾറെഡി കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത ഈ 4 നമ്പേഴ്സിന്റെ റിവേഴ്സ്ഡ് ഫിഗേഴ്സുമാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റിന് ചോദിക്കുന്നത്. ആൻഡ് JAS has decided that he should start saving for his retirement. So he planned to make a gross pension contribution of 25,000. സോ ആള് ഒരു പെൻഷൻ സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗ്രോസ് പെൻഷൻ കോൺട്രിബ്യൂഷൻ 25,000. ആൻഡ് ഇവിടെയാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് വേസ് പറ്റി പറയുന്നത്. JAS is considering 2 alternatives. Malbec Limited will make a pension contribution to the company pension scheme. അതായത് നമ്മുടെ കമ്പനി എംപ്ലോയർ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ മാൽബക് ലിമിറ്റഡ് വിൽ പേ JAS അഡീഷണൽ റെമ്യൂണറേഷൻ ഓഫ് 25,000 ഫോർ ദി ടാക്സ് ഇയർ 24-25 ആൻഡ് JAS വിൽ മേക്ക് എ പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ. അതായത് സെക്കൻഡ് ഒന്നെങ്കിൽ കമ്പനി അതായത് എംപ്ലോയർ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ ഒരു അഡീഷണൽ 25,000 കൂടി റെമ്യൂണറേഷൻ കൊടുക്കും ആൻഡ് JAS ഈ 25,000 പേഴ്സണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ അതാണ് നമ്മുടെ സെനാരിയോ. ആൻഡ് റിക്വയർമെന്റ് എന്തായിരുന്നു? വിച്ച് ടു ഓഫ് ദി 2 ഓൾട്ടർനേറ്റീവ് വേസ് ഓഫ് JAS മേക്കിംഗ് എ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് 25,000, അതായത് കമ്പനി പെൻഷൻ സ്കീം അല്ലെങ്കിൽ അഡീഷണൽ റെമ്യൂണറേഷൻ കൊടുത്തിട്ട് JAS തന്നെ പേഴ്സണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതില് ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ കാൽക്കുലേറ്റ് റിവേഴ്സ്ഡ് ഫിഗേഴ്സ് ഫോർ ഈച്ച് ഓഫ് ദി 4 ടാക്സ് ആൻഡ് NIC ഫിഗേഴ്സ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. ദെൻ നോട്ടിൽ പറയുന്നുണ്ട് under the additional directors remuneration and personal pension contribution alternative, you are expected to produce full income tax and employee class 1 NIC contribution. Computation. And if applicable, you should state if any of the 4 tax and NIC figures already calculated remain unchanged.
അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാം. സോ ഫസ്റ്റ് ഇവിടെ ജാസിന് ആൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഒരു റെമ്യൂണറേഷൻ 35,000 അതുപോലെ തന്നെ ഡിവിഡൻഡ് 70,000 കിട്ടുന്നുണ്ട്. സോ ഇൻകം ടാക്സിൽ ആൻഡ് കമ്പനിക്ക് TTP 290,000 ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ജാസിന്റെ കേസിൽ ആൾക്ക് ഇൻകം ടാക്സ് വരും, എംപ്ലോയി ക്ലാസ് 1 NIC വരും, അതുപോലെ തന്നെ കമ്പനിയുടെ കേസിൽ എംപ്ലോയർ ക്ലാസ് 1 NICയും കോർപ്പറേഷൻ ടാക്സും വരും. ദെൻ പെൻഷൻ കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ എംപ്ലോയറിന് ഇതൊരു അലൗബിൾ എക്സ്പെൻസ് ആണ് ആൻഡ് നമ്മുടെ TTP നിന്ന് കുറയ്ക്കാൻ പറ്റും അല്ലെ. ആൻഡ് എംപ്ലോയിയുടെ കേസിൽ ഇതൊരു എക്സംപ്റ്റ് ബെനിഫിറ്റ് ആണ്. സോ അതായത് ഇവിടെ ഇപ്പോ ഫസ്റ്റ് കേസിൽ കമ്പനി പെൻഷൻ സ്കീമിൽ കമ്പനിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ എംപ്ലോയിക്ക് സാലറിയിലൊന്നും ചേഞ്ച് വരുന്നില്ല. സോ സാലറിയിൽ ചേഞ്ച് വരാത്തത് കൊണ്ട് തന്നെ ഇൻകം ടാക്സിൽ ചേഞ്ച് വരത്തില്ല. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ NICയിലും ചേഞ്ച് വരില്ല. സാലറി ചേഞ്ച് ആവാത്തത് കൊണ്ട് എംപ്ലോയി ക്ലാസ് 1 NICയിലും അതുപോലെ തന്നെ എംപ്ലോയർ ക്ലാസ് 1 NICയിലും ചേഞ്ചസ് ഒന്നും വരത്തില്ല. പിന്നെ ഇവിടെ ചേഞ്ച് വരുന്നത് എവിടെയാണ്? കോർപ്പറേഷൻ ടാക്സിൽ മാത്രമേ ചേഞ്ചസ് വരുള്ളൂ. ബിക്കോസ് ഈ നമ്മൾ അഡീഷണലി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 25,000 കമ്പനിക്ക് അവരുടെ TTPയിൽ നിന്നും കുറയ്ക്കാൻ പറ്റും അല്ലേ. സോ അപ്പോൾ ഈ 4 ഫിഗേഴ്സിൽ ഫസ്റ്റ് സ്കീം ആണെങ്കിൽ കമ്പനി പെൻഷൻ സ്കീം എടുക്കുകയാണെങ്കിൽ ജാസിന് എംപ്ലോയർ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഒരു എക്സലന്റ് ബെനിഫിറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഇൻകം ടാക്സിലും ചേഞ്ചസ് വരുന്നില്ല. സാലറി ചേഞ്ച് വരാത്തതുകൊണ്ട് ഇൻകം ടാക്സിൽ ചേഞ്ച് വരുന്നില്ല. എംപ്ലോയി ക്ലാസ് 1 NICയിലും ചേഞ്ച് വരുന്നില്ല. ദെൻ കമ്പനിയുടെ കേസിൽ വരുമ്പോൾ സാലറി ചേഞ്ച് ആവാത്തത് കൊണ്ട് തന്നെ എംപ്ലോയർ ക്ലാസ് 1 NICയിലും ചേഞ്ച് വരുന്നില്ല. ചേഞ്ച് വരുന്നത് കോർപ്പറേഷൻ ടാക്സിൽ മാത്രമാണ്. സോ കോർപ്പറേഷൻ ടാക്സിൽ ചേഞ്ച് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TTP എത്രയായിരുന്നു? 290,000. അഡീഷണലി നമ്മൾ പേ ചെയ്യുന്നത് 25,000. സോ ആ 25,000 ഡിഡക്റ്റബിൾ ആണ്. അപ്പോ 290,000 മൈനസ് 25,000 ഇൻറ്റു എത്ര പെർസെന്റ് ആണ്? 25% ആണ് നമ്മുടെ റേറ്റ്. സോ 25%. കോർപ്പറേഷൻ ടാക്സ് ഓൾറെഡി 7,500 ആയിരുന്നു. നമ്മൾ അഡീഷണൽ ഒരു 25,000 കൂടി പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ TTP കുറഞ്ഞു. സോ ദാറ്റ് നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് കുറഞ്ഞു. സോ പുതിയ റിവൈസ്ഡ് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് 66,250 ആണ്. ഇതിന്റെ ഓൾട്ടർനേറ്റീവ് വേ ആയിട്ട് നമ്മൾ പറയുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന കോർപ്പറേഷൻ ടാക്സ് 72,500 ആണ്. സോ 72,500 ആണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. എക്സ്ട്രാ വന്നത് എത്രയാണ്? 25,000. 25% ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം എമൗണ്ട് അല്ലേ കിട്ടണേ. അതാണ് കോർപ്പറേഷൻ ടാക്സിൽ വരുന്ന ചേഞ്ച്. ഈസി. ഓക്കെ. ദെൻ നമ്മൾ ഒരു നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഒരു റെമ്യൂണറേഷൻ, അതായത് 25,000 എക്സ്ട്രാ പേ ചെയ്യുന്നു ആൻഡ് ജാസ് ആണ് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ കേസിൽ സാലറി ചേഞ്ച് ആയി അല്ലെ. സാലറി ചേഞ്ച് ആവുന്നുണ്ട്. 35,000 ആയിരുന്നു നേരത്തെ, ഇപ്പൊ 25 കൂടെ വന്നിട്ട് 60 ആവുന്നുണ്ട്. സോ സാലറി ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൽ ചേഞ്ച് വരും. ദെൻ എംപ്ലോയർ NIC അതുപോലെ തന്നെ എംപ്ലോയി NIC ബോത്ത് NICs വിൽ ചേഞ്ച്. ആൻഡ് കോർപ്പറേഷൻ ടാക്സിലും അഡീഷണൽ റെമ്യൂണറേഷൻ നമുക്ക് അലൗബിൾ എക്സ്പെൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ടാക്സിലും ചേഞ്ച് വരും. സോ നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു കേസിൽ വരുമ്പോൾ റെമ്യൂണറേഷൻ എത്രയാണ്? 35,000 ഓൾറെഡി ഉണ്ടായിരുന്നത്, പുതിയതായിട്ട് കൊടുക്കുന്ന 25,000. ദെൻ ഡിവിഡൻഡ് എത്രയാണ്? ഡിവിഡൻഡ് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് 70,000 എന്ന് പറയുന്നുണ്ട്. ദെൻ ടോട്ടൽ ചെയ്യുന്നത് സം ഓഫ് ഓൾ ടു കോളംസ് ആഡ് ചെയ്യുക. ദെൻ അത് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ. ദെൻ ഇവിടെ ഇതുപോലെ തന്നെ സമ്മ് ചെയ്യുക, സൈഡിലേക്കും ഇതിനെ ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻകം കിട്ടി. ദെൻ പേഴ്സണൽ അലവൻസ് എത്രയാണ്? 12,570. അതിനൊരു ലിമിറ്റ് ഉണ്ട്. 100,000 എക്സീഡ് ആയി കഴിഞ്ഞാൽ ഈ 12,570 നമുക്ക് റെസ്ട്രിക്ഷൻ വരും. സോ നമ്മൾ പേഴ്സണൽ അലവൻസ് എത്രയാണെന്ന് നോക്കണം. പേഴ്സണൽ അലവൻസ് എത്രയാണ് ശരിക്കും? 12,570. നമ്മുടെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം എത്രയാണ്? നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 130,000. സോ എപ്പോഴും ലിങ്ക് ചെയ്ത് തന്നെ കാൽക്കുലേഷൻസ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് ഗ്രോസ് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ കുറയ്ക്കാം. ഗ്രോസ് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 25,000. സോ നമ്മൾ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം 105,000. ഇൻകം ലിമിറ്റ് എത്രയാണ്? 100,000.
സോ നമുക്ക് റെസ്ട്രിക്ഷൻ വരുന്നത് 105,000 മൈനസ് 100,000 ഇൻറ്റു 50% ആണ്. 2,500 ആണ് നമുക്ക് ഡിഡക്ഷൻ വരുന്നത്. അതായത് 12,570 നിന്നും 2,500 നമുക്ക് ഡിഡക്ഷൻ വരും. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ എത്രയാണ്? സോറി, അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണൽ അലവൻസ് എത്രയാണ്? അലവൻസ് നമ്മൾ നോൺ സേവിങ്സ് ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. സോ പേഴ്സണൽ അലവൻസ് ഡിഡക്ട് ചെയ്തു. ഇതിനെ സം ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ട്. ഓക്കെ, ഇനി നമ്മള് ഇൻകം ടാക്സ് കണ്ടുപിടിക്കാൻ പോകണം. സോ ഫസ്റ്റ് നോൺ സേവിങ്സ് ഇൻകം ആൻഡ് നമ്മളിവിടെ ഗ്രോസ് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സ്റ്റൻഷൻ ബാൻഡ് എക്സ്റ്റൻഷൻ വരും. ബേസിക് റേറ്റ് ബാൻഡും അതുപോലെ തന്നെ നമ്മുടെ ഹയർ റേറ്റ് ബാൻഡ് ഒക്കെ എക്സ്റ്റൻഷൻ വരും. സോ ബേസിക് റേറ്റ് ബാൻഡ് എത്രയായിരുന്നു? 37,700. ഗ്രോസ് പേഴ്സണൽ പെൻഷൻ 25,000. സോ ബൈ 25,000 നമ്മുടെ ബേസിക് റേറ്റ് ബാൻഡ് എക്സ്റ്റെൻഡ് ആകും. സോ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ നമ്മുടെ നോൺ സേവിങ്സിന് ബേസിക് റേറ്റ് ബാൻഡ് 20% കൊടുക്കുന്നു. ഇത് എത്രയായിരുന്നു? 49,930 ഇൻറ്റു 20%. ഡിവിഡന്റിന്റെ കേസിൽ വരുമ്പോൾ ഡിവിഡന്റിന് ഫസ്റ്റ് ഒരു 500 നിൽ റേറ്റ് ബാൻഡ് ഉണ്ട്. നിൽ റേറ്റ് ബാൻഡ് നമ്മൾ കൊടുത്തു. ബാലൻസ് എത്രയുണ്ട്? നമുക്ക് ടോട്ടൽ നമുക്ക് ബേസിക് റേറ്റ് ബാൻഡ് ഉള്ളത് 62,700 ആണ്. അതിൽ 49,930 കൊടുത്തു, 500 കൊടുത്തു, ബാലൻസ് 12,270. സോ ആ 12,270ക്ക് നമ്മള് ഡിവിഡന്റ് ആണ്. സോ ഡിവിഡന്റിലെ ബേസിക് റേറ്റ് ബാൻഡ് എത്രയാണ്? 8.75%. 8.75% കൊടുത്തു. ബാലൻസ് ടോട്ടൽ 70,000 ആണ്. അതില് 12,270 കൊടുത്തു. ബാലൻസ് 57,230ക്ക് ഹയർ റേറ്റ് ബാൻഡ് ആയ 33.75% നമ്മൾ പേ ചെയ്തു. ഓക്കെ, അപ്പോ നമ്മുടെ ഇത് സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ റിവൈസ്ഡ് ഇൻകം ടാക്സ്. സോ ഇതാണ് നമ്മുടെ റിവൈസ്ഡ് ഇൻകം ടാക്സ്. നമ്മൾ എപ്പോഴും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പോയിന്റ്സ് മാറ്റി റൗണ്ട് ഓഫ് ചെയ്ത് ഇടുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ റിവൈസ്ഡ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 30,375 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ സാലറി ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൽ ചേഞ്ച് വരും. ക്ലാസ് 1 ബോത്ത് NICസിൽ ചേഞ്ച് വരും. അതായത് എംപ്ലോയർ ക്ലാസ് 1 NICയിലും എംപ്ലോയർ ക്ലാസ് 1 NICയിലും ചേഞ്ചസ് വരും. അപ്പൊ നമ്മൾ ഇൻകം ടാക്സ് റിവേഴ്സ്ഡ് ഇൻകം ടാക്സ് കണ്ടുപിടിച്ചു. ദെൻ എംപ്ലോയി ക്ലാസ് 1 NIC. എംപ്ലോയി ക്ലാസ് 1 NIC നമുക്കറിയാം എക്സീഡ് ആകുന്നു. 12,570 എക്സീഡ് ആയി കഴിഞ്ഞാൽ അപ് ടു 12,570 ടു 50,270 വരെ 8%. ദെൻ 50,270 കൂടുതൽ എക്സീഡ് ആവുന്നതിന് നമ്മൾ 2% വെച്ചിട്ടാണ് എംപ്ലോയി ക്ലാസ് 1 NIC കൊടുക്കുന്നത്. സോ ഈ കേസിൽ ഫസ്റ്റ് 50,270 മൈനസ് 12,570 നമ്മൾ 8% കൊടുക്കും. ദെൻ നമുക്ക് ടോട്ടൽ എത്രയായിരുന്നു സാലറി ഉള്ളത്? 60,000. 60,000 അപ് ടു 50,270 വരെ നമ്മൾ കൊടുത്തു. ദെൻ ബാലൻസിന് 2% പേ ചെയ്യും. സോ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ റിവൈസ്ഡ് എംപ്ലോയി NIC ക്ലാസ് 1 NIC. ഓക്കെ, ദെൻ എംപ്ലോയർ NICയിലേക്ക് വരുമ്പോൾ എംപ്ലോയർ NIC എത്രയായിരുന്നു? നമ്മൾ സാലറിയിൽ നിന്നും നമ്മുടെ അതായത് ക്ലാസ് എംപ്ലോയർ ക്ലാസ് 1 NIC ഉണ്ട്, ക്ലാസ് 1A NIC ഉണ്ട്. ക്ലാസ് 1 കൊടുക്കുന്നത് നമ്മൾ ക്യാഷ് ബെനിഫിറ്റ്സിനും നമ്മൾ ക്ലാസ് 1A കൊടുക്കുന്നത് ബാക്കിയുള്ള ബെനിഫിറ്റ്സുകൾക്കുമാണ് അല്ലെ. സോ ഇവിടെ സാലറി ആണ്. സാലറി എക്സീഡ് ആയ 9,100 എക്സീഡ് ആവുന്ന എമൗണ്ട്സിന് 13.8%ലാണ് നമ്മൾ എംപ്ലോയർ ക്ലാസ് 1 NIC കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് സാലറി എത്രയാണ്? 16,000. നമ്മുടെ ലിമിറ്റ് എത്രയാണ്? 900. സോ 9,100 ആണ് നമ്മുടെ ലിമിറ്റ്. അത് ഇൻറ്റു എത്ര പെർസെന്റ്? 13.8%. 13.8%. സോ നമ്മുടെ റിവൈസ്ഡ് എംപ്ലോയർ ക്ലാസ് 1 NIC എത്രയാണ്? 7024. കോർപ്പറേഷൻ ടാക്സിലേക്ക് വരാണെങ്കിൽ ഒറിജിനലി അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ശരിക്കും ഉള്ള പ്രോഫിറ്റ് എത്രയായിരുന്നു? 290,000 ആയിരുന്നു. എക്സ്ട്രാ റെമ്യൂണറേഷൻ എത്ര വന്നേ? എക്സ്ട്രാ റെമ്യൂണറേഷൻ വന്നത് 25,000 എക്സ്ട്രാ റെമ്യൂണറേഷൻ വന്നു. എക്സ്ട്രാ NIC എത്ര വന്നത്? എക്സ്ട്രാ എംപ്ലോയർ NIC എത്രയാണ് വന്നത്? 7027.
7024 വന്നു. ദെൻ അപ്പം അഡ്ജസ്റ്റഡ് റിവൈസ്ഡ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത് മൂന്നിന്റെയും കൂടി സമ്മാണ്. റിവൈസ്ഡ് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് റിവൈസ്ഡ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റിന്റെ 25%. സോ 64493 ആണ് നമ്മുടെ റിവൈസ്ഡ് കോർപ്പറേഷൻ ടാക്സ്. ഓക്കെ, ഇതും നമ്മൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പോയിന്റ്സ് ഒക്കെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിടുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് എക്സ്ട്രാ വന്ന എംപ്ലോയർ NIC എത്രയാണ്? എക്സ്ട്രാ വന്നത് 25,000 ആണ് നമ്മൾ എക്സ്ട്രാ വന്ന സാലറി. സോ ഇതിന്റെ 13.8% ആണല്ലോ നമ്മുടെ എക്സ്ട്രാ വരുന്നത്. സോ 3450 ആണ്. അതായത് നമ്മുടെ റിവൈസ്ഡ് എംപ്ലോയർ ക്ലാസ് 1 NIC ടോട്ടൽ എമൗണ്ടിന് വേണ്ടി എടുക്കും. നമ്മൾ എക്സ്ട്രാ വന്ന എംപ്ലോയർ NIC എന്ന് പറയുന്നത് 25,000ന്റെ 30.8% ആണ്. സോ അത് കൊടുക്കുക. അപ്പൊ നമ്മുടെ റിവൈസ്ഡ് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി 65,388 ആയിരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഈ 4 നമ്പേഴ്സ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് 4 ഫിഗേഴ്സിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ റിവേഴ്സ്ഡ് ഫിഗേഴ്സ് പറയാൻ പറയുന്നുണ്ട്. സോ 2 സെനാരിയോയിലും 2 ഓൾട്ടർനേറ്റീവിലും ചേഞ്ചസ് വരുന്നത്. ഫസ്റ്റ് കേസിൽ കോർപ്പറേഷൻ ടാക്സ് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. സോ അത് മാത്രം എന്തുകൊണ്ട് മറ്റേത് ചേഞ്ച് ആയില്ല എന്നുള്ള കാര്യം പറയുക. കോർപ്പറേഷൻ ടാക്സ് ചേഞ്ച് ആയ എമൗണ്ട് കണ്ടുപിടിക്കാം. ദെൻ സെക്കൻഡ് കേസിൽ 4 എമൗണ്ട്സിലും ചേഞ്ച് വന്നു. സോ 4 എമൗണ്ട്സും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് അന്യസ് ടാക്സബിൾ ഇൻകം ഫോർ ദി ടാക്സ് ഇയർ 24-25. ടാക്സബിൾ ഇൻകം ആണ് നമ്മുടെ ചോദിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ സെനാരിയോ വായിക്കാം. Anya is employed by Zenith Limited and she also has some trading profits and property income. എംപ്ലോയ്മെന്റ് അപ്പം നമുക്ക് സാലറി ഉണ്ട്, ദെൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ട്, പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്. സോ ഇവിടെ 3 സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് ഇൻകം തന്നിട്ടുണ്ട്, ദെൻ സെൽഫ് എംപ്ലോയ്മെന്റ് അതായത് ട്രേഡിംഗ് ഇൻകം തന്നിട്ടുണ്ട്, ദെൻ പ്രോപ്പർട്ടിയെ പറ്റി പറയുന്നുണ്ട്, പ്രോപ്പർട്ടി ഇൻകത്തെ പറ്റി പറയുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എംപ്ലോയ്മെന്റ് ഇൻകം വായിക്കാം. Anya received a gross annual salary of 70,000. 70,000 ആണ് നമ്മുടെ സാലറി. Then from 1st October 2024, 1st October നമ്മൾ ടാക്സ് ഇയർ 24-25 ആണ്. ആൻഡ് ഇവിടെ എംപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ഒക്ടോബറിലാണ്. സോ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു 6 months ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Then Anya the company provided Anya with living accommodation. ഒരു ലിവിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. And the company purchased the property in 2010 for 100,000. Its market value on 1st October 24 was 250,000. സോ നമുക്കൊരു റൂൾ ഉണ്ട്. അതായത് നമ്മുടെ ലിവിംഗ് അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തത് മോർ ദാൻ 6 years എഗോ ആണെങ്കിൽ നമ്മൾ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. അല്ലാതെ പ്രോപ്പർട്ടിയുടെ വാല്യൂ അല്ല. നമ്മൾ മോർ ദാൻ 6 years ആയെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ 2010 ആ പ്രോപ്പർട്ടി ഒരു കമ്പനി പർച്ചേസ് ചെയ്തത്. സോ ഇപ്പം 2024 ആയി, 6 years കഴിഞ്ഞു. സോ ഇനി നമ്മൾ എടുക്കുന്നത് മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. ആൻഡ് a further 4,000 was spent on improving the property in November 2024. എക്സ്ട്രാ ഒരു അഡീഷൻ കൊടുത്തിട്ടുണ്ട് 4,000. ഇത് നമ്മൾ ഈ ഒരു കാൽക്കുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഈ 4,000 ഇവിടെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അഡീഷണൽ ആയിട്ടുള്ള 4,000 ഇൻക്ലൂഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ട്? അതായത് നമ്മൾ പറയുന്നുണ്ട് എന്തെങ്കിലും അഡീഷൻസ് സ്പെൻഡ് ചെയ്തത് അത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് സ്റ്റാർട്ട് ഓഫ് ദി ടാക്സ് ഇയർ സ്റ്റാർട്ടിൽ ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ടാക്സ് ഇയർ തുടങ്ങുന്നതിന് മുന്നേ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇവര് നവംബർ 2024 ഇത് ഈ ഒരു അഡീഷണൽ 4,000 സ്പെൻഡ് ചെയ്തേക്കുന്നത്. സോ അത് നമ്മൾ ഈ 24-25 ടാക്സ് ഇയറിൽ വരത്തില്ല. നെക്സ്റ്റ് ടാക്സ് ഇയറിൽ, അതായത് 25-26 ടാക്സ് ഇയറിൽ ഈ 4,000 നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിൽ വേണ്ടി എടുക്കുള്ളൂ. നവംബർ 24 സ്പെൻഡ് ചെയ്ത 4,000 നമ്മൾ ഈ ഒരു 24-25 ടാക്സ് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മൾ ഇംപ്രൂവ്മെന്റ്സോ എന്തെങ്കിലും അഡീഷൻസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ടാക്സ് ഇയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. സോ ഈ 4,000 നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേസ് ഇല്ല. Then annual value of the property 6,700. The living accommodation is not job related.
ജോബ് റിലേറ്റഡ് അല്ല എന്ന് പറയുന്നുണ്ട്. ജോബ് റിലേറ്റഡ് അക്കോമഡേഷൻ ഉണ്ട്, നോൺ ജോബ് റിലേറ്റഡ് അക്കോമഡേഷൻ ഉണ്ട്. സോ ഇവിടെ നോൺ ജോബ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ദെൻ ആനുവൽ വാല്യൂ 6,700. സോ നമ്മൾ എപ്പോഴും വർക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആനുവൽ വാല്യൂ ഇന്നാണല്ലോ. ദെൻ ഒരു ഫർണിച്ചറിന്റെ കേസ് പറയുന്നുണ്ട്. ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന പറയുമ്പോൾ യൂസ് ഓഫ് അസറ്റ് ബെനിഫിറ്റ് അത് നമ്മൾ എങ്ങനെയായത് കാൽക്കുലേറ്റ് ചെയ്യണേ? 20% ഇൻറ്റു മാർക്കറ്റ് വാല്യൂ വെൻ ഫസ്റ്റ് പ്രൊവൈഡഡ് അല്ലേ? സോ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ഒരെണ്ണം കൂടി പറയുന്നുണ്ട്. അന്യ പെയ്ഡ് എ പ്രൊഫഷണൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് 280 ആൻഡ് എ സബ്സ്ക്രിപ്ഷൻ ടു എ ഹെൽത്ത് ക്ലബ് ഓഫ് 650. Either of these subscriptions were reimbursed by company, and the professional subscription was to an HMRC approved professional body directly related to her employment duties, and she uses the health club to meet clients of Senth. അതായത് നമ്മൾ ഇപ്പോൾ പ്രൊഫഷണൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ ഈ കേസിലാണെങ്കിൽ ഹെൽത്ത് ക്ലബ് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ ആക്ച്വലി ഇത് ഹോളി എക്സ്ക്ലൂസീവ് നെസസറിലി ഇൻക്വയർഡ് ഫോർ ദി പർപ്പസ് ഓഫ് നമ്മുടെ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ആണെങ്കിലാണ് നമുക്കിത് ഡിഡക്റ്റബിൾ ആകുന്നത്. ഈ കേസിൽ ഇവന്തോ ഇതൊരു ബിസിനസ് പേർപ്പസിന് വേണ്ടിയാണെങ്കിലും നമുക്ക് ഇതൊരു ഡിഡക്റ്റബിൾ അല്ല, ബിക്കോസ് നെസസറി അല്ല അല്ലെ. ആളുടെ വർക്ക് കംപ്ലീറ്റ് നടത്താൻ വേണ്ടി ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഇതൊരു നെസസറി ആയിട്ടുള്ള അല്ല. സോ ഈ ഒരു ഹെൽത്ത് ക്ലബിൻ്റെത് നമുക്ക് ഡിഡക്റ്റബിൾ അല്ല. 650 നമുക്ക് ഡിഡക്റ്റബിൾ അല്ല, ബട്ട് പ്രൊഫഷണൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. സോ നമുക്ക് ഫസ്റ്റ് എംപ്ലോയ്മെന്റ് ഇൻകം അതിന്റെ വർക്കിംഗ്സ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് അന്യാസ് ടാക്സബിൾ ഇൻകം ഫോർ ദി ടാക്സ് 24-25 എന്ന ഹെഡ് കൊടുത്തു. ദെൻ നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ ഫസ്റ്റ് സാലറി 70,000 ആണ് സാലറി പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അക്കോമഡേഷൻ നമുക്ക് സെപ്പറേറ്റ് വർക്കിംഗ്സ് ചെയ്യാം. സോ ഇവിടെ വർക്കിംഗ് ഓൺ അക്കോമഡേഷൻ വർക്കിംഗ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ആനുവൽ വാല്യൂ എന്നാണ്. സോ ആനുവൽ വാല്യൂ 6,700 കൊടുത്തു. ദെൻ അഡീഷണൽ നമുക്ക് പറയുന്നുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത പ്രോപ്പർട്ടിയുടെ വാല്യൂ മോർ ദാൻ 75,000 ആണെങ്കിൽ നമുക്കൊരു അഡീഷണൽ വാല്യൂ ഡിഡക്ഷൻ വരും അല്ലെ. സോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും പർച്ചേസ് ചെയ്ത ടൈമിൽ 100,000 മാർക്കറ്റ് വാല്യൂ വെൻ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്തപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 250,000. സോ ഇത് 6 ഇയേഴ്സ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് 6 ഇയേഴ്സ് കഴിഞ്ഞത് കൊണ്ട് നമ്മളിപ്പോൾ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ 250 എടുത്തു. മാർക്കറ്റ് വാല്യൂ 250,000. ദെൻ ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു ഇംപ്രൂവ്മെന്റ്സ് എടുക്കുന്നില്ല എന്നുള്ള കാര്യം. ദെൻ മൈനസ് 75,000. സോ നമ്മുടെ എമൗണ്ട് 175,000 കിട്ടും. സോ ഈ 175,000 ഇൻറ്റു 2.25% ആണ് നമ്മുടെ അക്കോമഡേഷന്റെ ബെനിഫിറ്റ് വരുന്നത്. ഈ 2.25% എത്രയാണ്? എങ്ങനെയാണ് അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ടാക്സ് ടേബിളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. ടാക്സ് ടേബിളിൽ ഓക്കെ, ഒഫീഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2.25% ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 2.25% ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2.25% എന്നുള്ള കാര്യം ഡൗട്ട് വന്നാൽ നോക്കാനാണ് നമുക്ക് ടാക്സ് ടേബിൾസ് ഉള്ളത്. ആൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ വരുന്ന അഡീഷണൽ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ. ഈ കേസിൽ മാർക്കറ്റ് വാല്യൂ മൈനസ് 75,000 ഇൻറ്റു 2.25%. സോ നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അക്കോമഡേഷൻ ബെനിഫിറ്റ് പറയുന്നത് 3,938. ദെൻ ഒരു ഫർണിച്ചറിന്റെ കാര്യം പറയുന്നുണ്ട്. ഫർണിച്ചർ യൂസ് ഓഫ് അസറ്റ് ആണ്. 20% ഇൻറ്റു മാർക്കറ്റ് വാല്യൂ വെൻ ഫസ്റ്റ് പ്രൊവൈഡഡ്. ഇവിടെ പറയുന്നുണ്ട് കോസ്റ്റ് 14,000 ആണെന്ന് പറയുന്നുണ്ട്. സോ 14,000 ഇൻറ്റു 20% 2,800. ദെൻ അപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്യുക. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ആനുവൽ ബെനിഫിറ്റ് കിട്ടി. ആൻഡ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് ഒക്ടോബറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 6 മന്ത്സേ ഉള്ളൂ ഈ ഇയറിൽ. സോ ദാറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫോർ 6 മന്ത്സ് ആണ്. സോ ഈ ആനുവൽ വാല്യൂ ഇൻറ്റു 6/12 ചെയ്യുക. ആൻഡ് നമ്മൾ നമ്മുടെ മെയിൻ കാൽക്കുലേഷൻസ് നടത്തുന്ന മെയിൻ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ അക്കോമഡേഷൻ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യാതെ നമ്മൾ ലിങ്ക് ചെയ്തിടുക. നമ്മുടെ വർക്കിംഗ്സിലേക്ക് ലിങ്ക് ചെയ്തിടുക. ഓക്കെ. ദെൻ പ്രൊഫഷണൽ സബ്സ്ക്രിപ്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രൊഫഷണൽ സബ്സ്ക്രിപ്ഷൻ ഡിഡക്റ്റബിൾ ആണ്.
അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ടു ഹെൽത്ത് ജിം ഡിഡക്റ്റബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ എംപ്ലോയ്മെന്റിന്റെ കാര്യം അപ്പൊ അവിടെ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ്. സോ ട്രേഡിംഗ് പ്രോഫിറ്റ് വായിക്കാം. ഇൻ അഡീഷൻ ടു ഹെർ എംപ്ലോയ്മെന്റ്, Anya started a business selling craft products. So she spent $750 on advertising in March 2024, which included $100 spent on lunches for potential suppliers. Then began trading as a sole trader on from 1st June 24. So ഈ 750 നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് 1st June 24 ആണ്. ജൂണിന് മുന്നേ മാർച്ച് 24 നമ്മൾ സ്പെൻഡ് ചെയ്ത് ഈ 750 അഡ്വർടൈസിംഗ് 750 അത് നമുക്ക് ഡിഡക്റ്റബിൾ ആണോ? ആക്ച്വലി അത് നമുക്ക് പ്രീ ട്രേഡിംഗ് എക്സ്പെൻസ് പറഞ്ഞ ഡിഡക്റ്റബിൾ ആണ്. പ്രീ ട്രേഡിംഗ് എക്സ്പെൻസ് 7 ഇയേഴ്സ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 7 ഇയേഴ്സ് മുന്നേ നമ്മൾ ഇൻക്വയർ ചെയ്ത ബിസിനസിന് വേണ്ടി ഇൻക്വയർ ചെയ്ത എക്സ്പെൻസുകൾ പ്രീ ട്രേഡിംഗ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. സോ ഈ കേസിൽ അഡ്വർടൈസിങ് 750 നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. പക്ഷേ ഇവിടെ ഈ 750 ഒരു 100 അവര് ലഞ്ചസ് ഫോർ പൊട്ടൻഷ്യൽ സപ്ലൈസ്, ആക്ച്വലി അതൊരു ക്ലയന്റ് എന്റർടൈനിങ് എക്സ്പെൻസ് മാതിരിയാണ്. സോ അത് നമുക്ക് ഡിഡക്റ്റബിൾ അല്ല. സോ നമുക്ക് ഇവിടെ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് പ്രീ ട്രേഡ് എക്സ്പെൻസിൽ 750 650 നമുക്ക് ഡിഡക്റ്റബിൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് Anya purchased a car on 15th July 2024 for $11,500, which she uses 60% for business purposes. The car has CO2 emission of 47 grams per kilometer. During the tax year 24-25, Anya drove a total of 23,000 miles in this car and incurred motor expenses of $2,300. Then Anya decided to claim the flat rate mileage allowance in respect of her car. So, ഈ ഒരു കേസിൽ വരുമ്പോൾ അന്യ മൈലേജ് റേറ്റ് അലവൻസ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാർ വാങ്ങി 60% ആണ് ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തത്. ആൻഡ് കാറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11,500. CO2 എമിഷൻ 1 to 50 gram per കിലോമീറ്ററിന് ഇടയ്ക്കാണ്, 47 gram ആണ്. സോ നമുക്ക് എത്ര പെർസെന്റ് വരും? 18% ആണ് വരുന്നത് അല്ലെ. 0 to 15% 18% ആണ്. സോ പെർസെന്റേജ് അല്ല, 0 to 15 gram per CO2 എമിഷൻ, ഗ്രാം പെർ കിലോമീറ്റർ നമ്മൾ 18% ആണ്. സോ ഇവിടെ 47 gram ആണ് CO2 എമിഷൻ വരുന്നത്. ആൻഡ് മോട്ടോർ എക്സ്പെൻസ് നമ്മൾ എടുക്കുന്നില്ല. ദെൻ ഇവിടെ മൈലേജ് അലവൻസ്, ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസ് എടുക്കാൻ വേണ്ടി 23,000 ആണ് മൈൽസ് കാറ് ഓടിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ ദ 10th month ഫ്രം 1st June to 31st March, Anya made total cash sale of 9,750. സോ ടോട്ടൽ സെയിൽസും തന്നിട്ടുണ്ട്. സോ നമുക്ക് ട്രേഡിംഗ് ഇൻകം കണ്ടുപിടിക്കാം. സോ ട്രേഡിംഗ് ഇൻകത്തിന് സെപ്പറേറ്റ് വർക്കിംഗ്സ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് സെയിൽസ് 9,750 എന്ന് പറഞ്ഞു. ദെൻ എക്സ്പെൻസ് പ്രീ ട്രേഡിംഗ് അഡ്വർടൈസ്മെന്റ് ഞാൻ പറഞ്ഞു 750 ഇല്ല, നമ്മൾ 650 ആണ് യൂസ് ചെയ്യുന്നത്. സോ 650 ഡയറക്റ്റ് ചെയ്തു. ദെൻ പ്രീ ട്രേഡിംഗ് എക്സ്പെൻഡിച്ചർ ഒന്നും ഇല്ല, 0. ദെൻ മോട്ടോർ എക്സ്പെൻസ് നമ്മളിവിടെ എടുക്കുന്നില്ല. സോ 0 എടുക്കുന്നില്ലാത്ത എമൗണ്ട്സിന് 0 തന്നെ റെപ്രസെന്റ് ചെയ്യുക. ഓൾറെഡി നമുക്ക് ഇവിടെ നോട്ടിൽ പറയുന്നുണ്ട്, യു ഷുഡ് ഇൻഡിക്കേറ്റ് ബൈ ദ യൂസ് ഓഫ് 0 എനി ഐറ്റംസ് വിച്ച് ആർ നോട്ട് ഡിഡക്റ്റബിൾ ഓർ ടാക്സബിൾ അല്ല, ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട്സ് ഇവൻ ദോ അത് ഡിഡക്റ്റബിൾ അല്ലെങ്കിൽ കൂടി നമ്മൾ 0 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മളിവിടെ പ്രീ ട്രേഡിംഗ് എന്റർടൈൻമെന്റും അതുപോലെ തന്നെ മോട്ടോർ എക്സ്പെൻസും എടുക്കുന്നില്ല. സോ അത് 0 ഇട്ട് കാണിക്കാം. ദെൻ അപ്രൂവ്ഡ് HMRC അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് ഡിഡക്ഷൻസ് നമ്മൾ ഡിഡക്ട് ചെയ്യാണ്. സോ 23,000 മൈൽസ് ആണ് അവർ ഓടിച്ചിട്ടുള്ളത്. ആൻഡ് 60% ആണ് നമ്മുടെ ബിസിനസ് പർപ്പസിന് വരുന്നത്. സോ 23,000 into 60%, 13,800 ആണ് നമുക്ക് ബിസിനസ് പർപ്പസിന് വരുന്നത്. സോ നമ്മുടെ ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസ് എത്രയാണ്? ഫോർ ദ ഫസ്റ്റ് 10,000 മൈൽസ് 45 പെൻസും, ദെൻ 10,000 എക്സീഡ് ആയിട്ട് വരുന്ന ഓരോ മൈൽസിനും 25 പെൻസും ആണ്. സോ 10,000 into 45%, 4,500, ആൻഡ് ബാലൻസ് 3,800 മൈൽസ് into 25%, 950. സോ നമുക്ക് ടോട്ടൽ 5,450 ആണ് നമ്മുടെ മൈലേജ് അലവൻസ് വരുന്നത്. സോ നമ്മുടെ സെയിൽസിൽ നിന്നും പ്രീ ട്രേഡിംഗ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റും അതുപോലെ തന്നെ മൈലേജ് അലവൻസും കൂടി ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ്. സോ ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടി. ആൻഡ് ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് നമ്മൾ നമ്മുടെ മെയിൻ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് ലിങ്ക് ചെയ്തിടുക. ട്രേഡിംഗ് പ്രോഫിറ്റ് വർക്കിംഗ്സ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിടുക ആൻസർ. ദെൻ ലാസ്റ്റ് ഇൻകം ആണ് പ്രോപ്പർട്ടി ഇൻകം. പ്രോപ്പർട്ടി ഇൻകം വായിക്കുകയാണെങ്കിൽ, ഷീ റെന്റ്സ് ഔട്ട് എ ഫർണിഷ്ഡ് ഹോം ഇൻ ഹെർ ഹോം മെയിൻ റെസിഡൻസ്
മെയിൻ റെസിഡൻസിൽ ഒരു റൂമാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പൊ മെയിൻ റെസിഡൻസിലെ ഒരു റൂമാണ് നമ്മൾ ലെറ്റ് ചെയ്തേക്കുന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇവിടെ ഒരു റിലീഫ് വരുന്നുണ്ട്. ഏത് റിലീഫാണ്? റെന്റ് റൂം റിലീഫ് എന്ന് പറഞ്ഞ ഒരു റിലീഫ് 7,500. ഒന്നുകിൽ 7,500 ഡിഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് എത്രയാണോ ആ എമൗണ്ട് ഡിഡക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റിലീഫ് പഠിച്ചായിരുന്നു, റെന്റ് റൂം റിലീഫ്. സോ she received monthly rent of 800 throughout the year and paid expense of 275 a month. So, and Ananya always used the most beneficial basis to calculate her taxable property income. മോസ്റ്റ് ബെനിഫിഷ്യൽ വേ ആണ്. സോ നമ്മൾ തീരുമാനിക്കണം ഏത് വേണം. ഓക്കെ, ഈ കേസിൽ 275 ഇൻറ്റു 12 300 ഉള്ളൂ. സോ നമുക്ക് ശരിക്കും രണ്ട് റൂം റിലീഫിൽ അപ് ടു 7,500 ഡിഡക്ട് ചെയ്യാം. സോ മോസ്റ്റ് ബെനിഫിഷ്യൽ വേ ആണ് എപ്പോഴും 7,500 യൂസ് ചെയ്യുന്നതായിരിക്കും അന്യയുടെ കേസിൽ ബെനിഫിഷ്യൽ. സോ റെന്റ് റിസീവ്ഡ് എത്രയാണ്? 800 പെർ മന്ത്. സോ 800 ഇൻറ്റു 12%, 12. ദെൻ എക്സ്പെൻസ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നില്ല, നമ്മൾ റെന്റ് റൂം റിലീഫ് ആണ് എടുക്കുന്നത്. സോ എക്സ്പെൻസ് 0 കാണിക്കുക. റെന്റ് റൂം റിലീഫ് 7,500. നമ്മുടെ പ്രോപ്പർട്ടി ഇൻകം എന്ന് പറയുന്നത് 200 to 100 ആയിരിക്കും. 2,100. അതും നമ്മളിവിടെ പ്രോപ്പർട്ടി ഇൻകം വർക്കിംഗ് 3 എന്ന് കാണിച്ചു, ലിങ്ക് ചെയ്തിട്ടു. ദെൻ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. ടോട്ടലിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ അലവൻസ് 12,570 കുറയ്ക്കുക. ഇതിനപ്പോൾ നമുക്ക് ടാക്സബിൾ ഇൻകം കിട്ടും. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടാക്സബിൾ ഇൻകം ആണ്, ഇൻകം ടാക്സ് ലയബിലിറ്റി ഒന്നും അല്ല. സോ ഇനി നമ്മൾ ഇനി പെർസെന്റേജ് വെച്ചിട്ട് നമ്മുടെ ബേസിക് റേറ്റ് ബാറ്റ് വെച്ച് 20% അതൊന്നും കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ടാക്സബിൾ ഇൻകം ആണ്. അതാണ് പറയുന്നത് റിക്വയർമെന്റ് പ്രോപ്പർലി വായിക്കാനുള്ളത്. ടാക്സബിൾ ഇൻകം ആണ് ചോദിച്ചത്. സോ പേഴ്സണൽ ടോട്ടലിൽ നിന്ന് പേഴ്സണൽ അലവൻസും കൂടെ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന നമ്മുടെ എമൗണ്ട് ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം. സോ ഇവിടെ വരാവുള്ളൂ നമ്മുടെ വർക്കിംഗ്സ്. നമ്മുടെ ആൻസർ കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചത് ടാക്സബിൾ ഇൻകം ആണ്. സോ ടാക്സബിൾ ഇൻകം കിട്ടി. ഈ ഒരു കേസിൽ നമ്മൾ നോക്കേണ്ടത് എംപ്ലോയ്മെന്റ് ഇൻകം ഉണ്ടായിരുന്നു. സോ എംപ്ലോയ്മെന്റ് അതിൽ അക്കോമഡേഷൻ വന്നു, സബ്സ്ക്രിപ്ഷന്റെ കാര്യം വന്നു, ദെൻ ഫർണിച്ചർ, യൂസ് ഓഫ് അസറ്റ് ബെനിഫിറ്റിന്റെ ഒരു കേസ് വന്നു. അത് എംപ്ലോയ്മെന്റ് ഇൻകത്തിൽ അതിന്റെ ഒരു സെപ്പറേറ്റ് വർക്കിംഗ്സ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഇൻകം കാണിക്കുക. ദെൻ ട്രേഡിംഗ് ഇൻകം കാണിക്കുക. അതിൽ HMRC അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് നമ്മുടെ കാറിന്റെ കേസ് വന്നു. ദെൻ പ്രോപ്പർട്ടി ഇൻകം. പ്രോപ്പർട്ടി ഇൻകത്തിൽ റെന്റ് റൂം റിലീഫ് ആണ് ഒരു റിലീഫ് കിട്ടും എന്നുള്ള കാര്യം ഈ കേസ് വായിക്കുമ്പോൾ തന്നെ ഓർക്കുക. റെന്റ് റൂം റിലീഫ് കിട്ടും. സോ മോസ്റ്റ് ബെനിഫിഷ്യൽ വേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ എക്സ്പെൻസ് കുറയ്ക്കുന്നതാണോ അത് 7,500 കുറയ്ക്കുന്നതാണോ ഏതാണ് ബെനിഫിറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ അത് ഡിഡക്ട് ചെയ്യുക. സോ എന്നിട്ട് അത് മൂന്നും കൂടെ നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻകവും ട്രേഡിംഗ് പ്രോഫിറ്റും പ്രോപ്പർട്ടി ഇൻകവും മൂന്നും കൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്ന് പേഴ്സണൽ അലവൻസ് ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടാക്സബിൾ ഇൻകം. അതൊരു 11 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അത് കഴിഞ്ഞു. ഇനി ഇതൊരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് 11 മാർക്സിന്റെ നമ്മൾ പാർട്ട് എ ചെയ്തു. ദെൻ ബി നോക്കാം. ബിയിൽ നമ്മുടെ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ദാറ്റ് അന്യ സേവ്ഡ് ഫോർ ദി ടാക്സ് ഇയർ 24-25 ബൈ ചൂസിംഗ് ടു ക്ലെയിം ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ അലവൻസ്. ക്യാപിറ്റൽ അലവൻസ് യൂസ് ചെയ്യാതെ ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര എമൗണ്ട് ആണ് ഇൻകം ടാക്സ് സേവ് ചെയ്തതെന്നാണ് ഇവർ ചോദിക്കുന്നത്. സോ കാറിന്റെ കേസിൽ നമുക്ക് ഒന്നെങ്കിൽ ക്യാപിറ്റൽ അലവൻസ് പറയുമ്പോൾ ക്യാപിറ്റൽ അലവൻസ് ഓൺ കാർ, അതായത് ബിസിനസ് പെർസെന്റേജ്, അതിന്റെ കൂടെ മോട്ടോർ എക്സ്പെൻസ്, ബിസിനസ് പെർസെന്റേജ് വന്ന മോട്ടോർ എക്സ്പെൻസ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് സ്കീം യൂസ് ചെയ്യാം. സോ ക്യാപിറ്റൽ അലവൻസ് ആണെങ്കിൽ ക്യാപിറ്റൽ അലവൻസും അതുപോലെ തന്നെ മോട്ടോർ എക്സ്പെൻസും ഏത് പെർസെന്റ് വരെ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്ത പെർസെന്റ് വരെ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസ് ഡിഡക്റ്റബിൾ ആണ്. സോ ഇവിടെ അപ്പൊ നമ്മള് ഏതാ ക്യാപിറ്റൽ അലവൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ്, ദെൻ ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ എത്രയാണ് ടാക്സ് സേവിങ്സ് വരുന്നത് കണ്ടുപിടിക്കുക. സോ ഓൾറെഡി നമ്മൾ പാർട്ട് എയില് ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസിന്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അലവൻസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ അലവൻസ് പറയുമ്പോൾ എത്രയാണ് എമൗണ്ട്? കാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 11,500 ആയിരുന്നു. 11,500 നമുക്ക് ലെസ് ദാൻ 50 gram per kilometer ആണ് CO2 emission. ദാറ്റ് മീൻസ് 18%. അതൊക്കെ നമുക്ക് ടാക്സ് ടേബിളിൽ ഉണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ.
CO2 എമിഷൻ ബിറ്റ്വീൻ 1 and 15 gram per kilometer എത്രയാണ്? 18%. അല്ലെ? തേർഡ് വൺ കണ്ടോ? CO2 എമിഷൻ ബിറ്റ്വീൻ 1 and 15 gram per kilometer 18%. സോ നമ്മൾ 18% ആണ് എടുക്കുന്നത്. ക്യാപിറ്റൽ അലവൻസ് നമ്മുടെ കോസ്റ്റ് 11,500 into 18% into 10/12. ഇത് 10 മന്ത്സിലേക്കാണ്. ഫസ്റ്റ് ജൂണിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ അപ്പൊ കാറുടേതും വരുന്നതും ജൂണിൽ തൊട്ടാണല്ലോ. സോ ആൻഡ് ഇവിടെ പറയുന്നുണ്ട് 15 June 2024 അന്നെ പർച്ചേസ് ചെയ്തതെന്നും. സോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്രുവരി, മാർച്ച്. സോ 10 months ആണ് ഉള്ളത്. സോ ടൈം അപ്പോർഷൻ ചെയ്യുക, മറക്കരുത്. ടൈം അപ്പോർഷൻ ചെയ്യുക 10/12. ആൻഡ് നമ്മൾ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തത് 16% ആണ്. സോ 16%, അതായത് കോസ്റ്റ് 11,500 into CO2 എമിഷൻ 15 ഗ്രാമിന് താഴെ ആയതുകൊണ്ട് 18%. സോ 11,500 into 18% into ടൈം പോർഷൻ 10/12 into ബിസിനസ് പെർസെൻറ്റേജ് 16%. സോ നമുക്ക് ക്യാപിറ്റൽ അലവൻസ് 1035 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ അലവൻസ് ചെയ്യുന്ന ടൈമിൽ മോട്ടോർ എക്സ്പെൻസും ഡിഡക്റ്റബിൾ ആണ്. മോട്ടോർ എക്സ്പെൻസ് എത്രയാണ്? 2,300 ആണെന്ന് പറയുന്നുണ്ട്. സോ അതിന്റെയും 16% ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്ത് 16% ഡിഡക്റ്റബിൾ ആണ്. സോ അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ അലോവബിൾ ഡിഡക്ഷൻ എത്രയാണ്? 2,415 ആണ്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ എത്രയാണ്? 5,450. സോ അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് അത് 5,450. സോ എത്രയാണ്? ക്യാപിറ്റൽ അലവൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2,415ഉം ഫ്ലാറ്റ് റേറ്റ് സ്കീം ആണെങ്കിൽ 5,450. സോ നമ്മൾ ഫ്ലാറ്റ് റേറ്റ് സ്കീം ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണ് സേവിങ്സ് വന്നത്? 3,0535. അഡീഷണൽ ഡിഡക്ഷൻ നമുക്ക് വന്നത് 3,035. സോ അപ്പൊ നമുക്ക് ഇൻകം ടാക്സ് സേവിങ്, എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് സേവ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻകം ടാക്സിലേക്ക് വരുമ്പോൾ എത്ര ഈ 3,035ന്റെ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് സേവ് ആയത് നോക്കണം. സോ ഈ ഒരു ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടു ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 69,615. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഹയർ റേറ്റ് ടാക്സ് പെയർ ആണ്, അല്ലെ? ഹയർ റേറ്റ് ടാക്സ് പെയർ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സിൽ എത്രയാണ് വരുന്നത്? 40%. സോ ഈ ഒരു നമുക്ക് അഡീഷണൽ ഡിഡക്ഷൻ വന്നത് 3,035 എന്ന എമൗണ്ടിന്റെ മേലെ 14% ആണ് നമുക്ക് ഇൻകം ടാക്സ് സേവിങ്സ് വരുന്നത്. സോ 30, സോ ഈ എമൗണ്ട് നമ്മുടെ 3,035 into 40% into 40% ആണ് നമുക്ക് ഇൻകം ടാക്സ് സേവിങ്സ് വരുന്നത്. 1,214 ആണ് നമുക്ക് ഇൻകം ടാക്സ് സേവിങ്സ് വരുന്നത്. സോ ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓൾറെഡി നമ്മൾ പാർട്ട് എയില് ഫ്ലാറ്റ് റേറ്റ് സ്കീം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് റേറ്റ് മൈലേജ് അലവൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അലവൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് എക്സ്പെൻസ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് അലോവബിൾ ഡിഡക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദെൻ അത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ഡിഡക്ഷൻ, നമ്മൾ ഫ്ലാറ്റ് റേറ്റ് സ്കീം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ അഡീഷണൽ ഡിഡക്ഷൻ എത്രയാണ് എമൗണ്ട് കണ്ടുപിടിച്ചു. ദെൻ അതിൽ നമുക്ക് എത്രയാണ് ഇൻകം ടാക്സ് സേവിങ്സ് വരുന്നത് എത്രയാണ്? നമ്മൾ ഓൾറെഡി ഒരു ഹയർ ടാക്സ് പെയർ ആയതുകൊണ്ട് നമുക്ക് 14% സേവിങ്സ് വരും. സോ ആ എമൗണ്ട് ഇൻറ്റു 40% ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് സേവ്ഡ് കിട്ടും. സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് മാർക്കിന് 11 മാർക്സും ദെൻ സെക്കൻഡ് പാർട്ട് ബിയിൽ 4 മാർക്സും. ഓക്കെ.